നാളെ സൂര്യോദയത്തോടുകൂടി രാജയോഗം ആരംഭിക്കുന്ന 11 നക്ഷത്രജാതകരുണ്ട്. ഇവരുടെ സകലവിധ തടസ്സങ്ങളും മാറി വലിയൊരു അഭിവൃദ്ധിയിലേക്ക്, നേട്ടത്തിലേക്ക്, ഉയർച്ചയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരാൻ പോവുകയാണ്. ഇവർ വിജയിക്കുക തന്നെ ചെയ്യും. ഇവരുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും. ഒരുപാട് ദുഃഖങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവർ രക്ഷപ്പെടേണ്ടവർ തന്നെയാണ്. നാളത്തെ സൂര്യോദയത്തോടുകൂടി രാജയോഗം ആരംഭിക്കുന്ന ആ 11 നക്ഷത്രജാതകരെ നമുക്കറിയാം. നിങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ടാവാം, ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ജീവിതത്തിൽ ഇനി എങ്ങനെയാണ്, തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ, തൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുമോ, ഇങ്ങനെ 1000 ആശങ്കകളുമായി കഴിയുന്ന നിങ്ങൾക്ക് ഇനി സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയം തന്നെയാണ്. ജ്യോതിഷത്തിൽ ശനിയെ നീതിയുടെ ദേവതയായി കണക്കാക്കുന്നു. നമുക്കറിയാം, ശനിമാറ്റമൊക്കെ സംഭവിച്ചു. ശനിമാറ്റം ഈ പറയുന്ന 11 നക്ഷത്രജാതകർക്കും ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും ഉയർച്ചയും ഒക്കെ നൽകും. ഓരോ നക്ഷത്രജാതകനും അവരുടെ ജനന സമയമനുസരിച്ചാണ് അവരുടെ ജീവിതത്തിൽ ഓരോ മാറ്റങ്ങളും വന്നു ചേരുന്നത്. ജ്യോതിഷപ്രകാരം അങ്ങനെ തന്നെയാണ് ഗണിച്ച് നമ്മുടെ ഫലങ്ങൾ എടുക്കാറുള്ളതും. ഇത് പൊതുവായ ഒരു ഫലം തന്നെയാണ്. ചില ഗ്രഹങ്ങൾ അനുകൂലമാകുന്നതോടുകൂടി ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ അടുത്തുള്ള ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക, അവിടെ ധാര നടത്തുക, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകുക, അവിടെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക, അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുക, അവിടെ നീരാഞ്ജനം നടത്തുക, ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായും വരാനിരിക്കുന്ന ദിനങ്ങൾ ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും ഐശ്വര്യവും ഒക്കെയാണ് ഈ നക്ഷത്രജാതകർക്ക്. ഇവരുടെ വീടുകളിൽ സന്തോഷമുണ്ടാകും. ഇവരിൽ പലർക്കും പല വിധത്തിലുള്ള കടങ്ങളൊക്കെയുണ്ട്. ഈ കടങ്ങളൊക്കെ മാറിക്കിട്ടും. പല വിധത്തിലുള്ള ദുഃഖങ്ങൾ ഇവർ അനുഭവിക്കുന്നുണ്ട്. ആ ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും. ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇവർക്ക് വന്നു ചേരും. ഇവരുടെ വീട്ടിൽ സന്തോഷമില്ല, ഇവർക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ. അതൊക്കെ മാറാൻ പോകുന്നു. ഭാഗ്യത്തിലേക്ക് എത്തും. അതിനു മുമ്പ് ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നാളത്തെ സൂര്യോദയത്തോടുകൂടി എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന, ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിങ്ങൻ രാശിക്കാർ തന്നെയാണ്. ചിങ്ങൻ രാശിയിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഏറ്റവും നല്ല ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ്. ലോട്ടറി ഭാഗ്യം വന്നു ചേരും. വിവിധ ഇടങ്ങളിൽ നിന്നും ധനവരവിൻ്റെ കാലമാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് ഇനിയുള്ള സമയം. മകത്തിനും പൂരത്തിനും ഉത്രത്തിനും വളരെയേറെ ഗുണപ്രദമാണ്. വിശന്നിരിക്കുന്നവന് ഒരു നേരത്തെ അന്നം നൽകുക, അതൊക്കെ പുണ്യപ്രവൃത്തിയാണ്. അതിലൂടെ ചെയ്ത പാപങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ തന്നെ ഇടവൻ രാശിയിലെ കാർത്തിക, രോഹിണി, മകയിരം ഇവർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ചൊരിയും. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറിക്കിട്ടും. ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധ്യമാകും. ധനുരാശിയിലെ മൂലത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും. എല്ലാ രീതിയിലും ഉയർച്ചയാണ്. ധാരാളം ധനം വന്നു ചേരുന്ന സമയം. വീടൊക്കെ പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വീടൊക്കെ നന്നായി പൂർത്തീകരിക്കാൻ കഴിയും. ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. ആശിച്ചതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. ഒരുപാട് പരീക്ഷണങ്ങൾ ഇവർ നേരിട്ടിട്ടുണ്ട്. ഇനി ഇവരെ സംബന്ധിച്ച് സൗഭാഗ്യ സമ്പന്നതയിലെത്തും. ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയമാണ്.
ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന സമയം തന്നെയാണ്. ഇനിയുള്ള ദിനം ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരും. അങ്ങനെ വലിയ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.